ഹലോ കൂട്ടുകാരെ, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുവല്ലോ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു കൊഴുവ റോസ്റ്റാണ്. നല്ല രുചിയുള്ള ഒരു കൊഴുവ റോസ്റ്റാണിത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇപ്പം കൊഴുവയുടെ സീസണാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു രീതി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഞാൻ ഈ ചാനലിലേക്ക് വരാൻ കാരണക്കാരിയായത് എൻ്റെ ഒരു പഴയകാല കൂട്ടുകാരിയാണ് കേട്ടോ. അവളുടെ പേര് ബീന എന്നാണ്. അവളുടെ നാട് കുട്ടനാടാണ്. അവളൊരു വ്ളോഗറും കൂടിയാണ് കേട്ടോ. നിങ്ങൾക്ക് പലർക്കും അവളുടെ ചാനൽ നേരത്തെ തന്നെ അറിയാമായിരിക്കും. കുട്ടനാടൻ ബ്യൂട്ടി രുചി എന്നാണ് അവളുടെ ചാനലിൻ്റെ പേര്. നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്തിളക്കാം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കണേ. സവാള ഒന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് ചേർത്തിളക്കി കൊടുക്കാം. ഇവയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന എൻ്റെ മോനാണ്. എൻ്റെ മോൻ്റെ പേര് അമ്പാടി എന്നാണ്. 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവനാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് തന്നെ. കൊച്ചു ചിത്രകാരനും കൂടിയാണ് കേട്ടോ. അവൻ വരച്ച ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇനി വരുന്ന വീഡിയോയിലൊക്കെ കുറച്ചേ ഞാൻ നിങ്ങളെല്ലാം പരിചയപ്പെടുത്താൻ കണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാമേ. വെളുത്തുള്ളിയുടെ എല്ലാം പച്ച മണം ഒന്ന് മാറിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. മീനിൻ്റെ അളവനുസരിച്ചാണ് ഞാൻ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളത് ചെയ്യുമ്പോൾ അതിനാവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർക്കണം കേട്ടോ. എല്ലാം ശരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന മീനുകൾ കുറച്ചായി പെറുക്കിയിടാം. വളരെ സാവധാനത്തിൽ ആ ഗ്രേവികളെല്ലാം മീനിൽ പിടിക്കത്തക്ക തരത്തിലൊന്ന് കൂട്ടി യോജിപ്പിച്ച് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അടക്കം മാറ്റിയിട്ട് കറി എങ്ങനെയുണ്ടെന്ന് നോക്കാം. മസാലയും കൂടി ചേർത്തിളക്കാം. ഇട്ട് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ണ്ട് കേട്ടോ. ആഹാ, നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത് ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ കമൻറ്റിൻ്റെ കാര്യം ഇതെല്ലാം ഒന്ന് വെച്ച് നോക്കി കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളും കൂടി കമൻറ്റായി രേഖപ്പെടുത്തണം കേട്ടോ.